പി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മീൻകറി ഉണ്ടാക്കാനാണ് കേട്ടോ. അതൊരു ചാളയാണ്. ചാള നന്നാക്കിയിട്ട് ഞാൻ 2 കഷ്ണമാക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. നല്ല കുഞ്ഞാണെങ്കിൽ മാത്രമാണ് ഫുൾ ലെങ്ത് എടുക്കാറുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ ഇതുപോലെ 2 കഷ്ണമാക്കിയിട്ട് എടുക്കും. പിന്നെ അതിലേക്ക് വേണ്ടത് ഞാനിവിടെ ചട്ടിയിൽ കുറച്ച് ഒരു പകുതി എടുത്തിട്ടില്ല, അത്രയും തക്കാളിയും സവാളയാണ് ഞാനിവിടെ അരിഞ്ഞിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയാണ്. പിന്നെ അതിലേക്ക് ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും ചുവന്നുള്ളിയും ഉണ്ട്. ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും അതിലിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട ഉപ്പും നമ്മളിടുക കേട്ടോ. കുറവുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാൻ കുറച്ച് ഉപ്പ് ഒരു കണക്കിന് ഇട്ടിട്ടുണ്ട്. സ്പൂൺ കണക്കൊന്നും അല്ല കേട്ടോ. നമുക്ക് ഏകദേശം ഒരു കൈ കണക്കൊക്കെ ഇല്ല, അതേപോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഞാൻ നടു കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് മുളക് കറി ആയതുകൊണ്ടേ മുളക് നമ്മളിപ്പോൾ ഒരു കൂടുതലൊരു നല്ല എരിവുള്ള മുളകാണ്. കാരണം കൊണ്ട് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നല്ല എരിവുണ്ട്, പിള്ളേർക്ക് കൊടുക്കേണ്ടതല്ലേ. എന്നാലും എരിവ് പിള്ളേരധികം കഴിക്കാത്ത കാരണം കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ടൊന്നും മാത്രം. പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യണേ. മിക്സിനേക്കാളും മുന്നേ ഞാനൊരു കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഞാനിപ്പോൾ ഒഴിക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് വേണ്ട പുളിയാണ് കേട്ടോ. 2 കുഞ്ഞ് പുളി വീട്ടിൽ നിന്ന് കിട്ടിയതാണ്, കടയിൽ നിന്ന് വാങ്ങണതല്ല. അതുകൊണ്ടാണ് ഇത് ഈ ഷേപ്പിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ പുളി ഞാൻ വെള്ളത്തിലിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് അതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ പുളി പിഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പുളിയുണ്ട്. 2 പുളി എടുത്തിട്ടുള്ളൂ, പക്ഷെ നല്ല പുളിയുണ്ട്. പുളി കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം പുളിയുണ്ട് കേട്ടോ. തിളച്ച് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, ആ സമയമാകുമ്പോൾ നമുക്ക് പൊഴിക്കാം. അപ്പോൾ നമ്മളുടെ ചാറിനുള്ളതെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് നന്നാക്കി വെച്ചിട്ടുള്ള ചാള മത്തി എടുത്തിടാം. ഓക്കെ, നമ്മുടെ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം മതിയാവില്ല. മീൻ വറ്റി വരുമ്പോൾ തന്നെ ആ മീനിലെ വെള്ളം വറ്റി വരുമ്പോൾ ചിലപ്പോൾ ചാറുണ്ടാവില്ല. ഇവിടെ നന്നായി ചാറൊക്കെ ഒഴിച്ച് കൂട്ടുന്ന കാരണം കൊണ്ട് കുറച്ചും കൂടി ചാറ് വേണം. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ എടുക്കാം. കുറച്ച് വറ്റിച്ചിട്ട് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം വയ്ക്കുക. എന്തായാലും വേവണ്ടേ. അപ്പോൾ നമുക്കത് കുറച്ച് നേരം വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കറി ആയോ നോക്കാം കേട്ടോ. അത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അത് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നന്നായി വെള്ളം വറ്റിയിട്ടുമുണ്ട്. അത്യാവശ്യത്തിന് ചെറിയൊരു കുറുക്ക് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പുളി ടേസ്റ്റൊക്കെ നോക്കി നോക്കാം. എന്തെങ്കിലും കുറവുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെ ഇടാമല്ലോ. പുളിയുണ്ട്, പക്ഷെ ഇത്തിരി ഉപ്പ് കൂടി കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഇവിടെ ചോറിന് ഉപ്പിടാത്ത കാരണം കൊണ്ട് അപ്പോൾ ആ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് അവിടെ ഇരുന്നിട്ട് ആയിക്കോളും. അപ്പോൾ നമുക്കിനി അത് കറി കാച്ചാനുള്ള കാര്യം കൂടി നോക്കാം. അപ്പം നമുക്ക് ഉള്ളി കാച്ചാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇവിടെ ചുവന്നുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച്, ഒരു 3-4. അത് നമുക്ക് അതിലേക്കിടാം കേട്ടോ. നമ്മുടെ ഉള്ളി ഇതാ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട്. അധികം കരിക്കണ്ട, ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഏകദേശമായി നമുക്കത് മീൻ കറിയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ ഉള്ളിയും മേലേക്ക് അരിഞ്ഞിട്ട് കാച്ചിട്ടുണ്ട്, കറി കാച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കമൻറ്റും ഒന്ന് അയക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ, സി യു.